സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. ഇന്ത്യയിലാകെയുള്ള എല്ലാ സംസ്ഥാന സഹകരണ ബാങ്കുകളും കൂടി മൊത്തമായി നടത്തുന്ന ബിസിനസ്സിൻ്റെ 23% കേരള ബാങ്കിൻ്റെത് മാത്രമാണ്. 78 ലക്ഷമാണ് കേരള ബാങ്കിൻ്റെ ഇപ്പോൾ ഉള്ള കസ്റ്റമേഴ്സിൻ്റെ എണ്ണം. ഏഷ്യയിലെ നമ്പർ 1 ആണിത്. ലോകത്തിലെ 7ാമത്തെ സഹകരണ ബാങ്കാണ്. ഒറ്റപ്പെട്ട ചില സ്ഥാപനങ്ങളിൽ ചില തെറ്റായ പ്രവണതകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. താഴേക്കടയിലുള്ളവരുടെ ലോണ് 5 ലക്ഷത്തിൽ താഴെയുള്ളത് അത് കുടിശ്ശികയുണ്ടെങ്കിൽ മുതൽ സംഖ്യ മാത്രം, പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രം അടച്ച് പലിശയും പിഴപ്പലിശയും എല്ലാം പൂർണ്ണമായി ഒഴിവാക്കി കൊടുത്ത് അവരെ സഹായിക്കുന്ന, ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനമാണ്. ജീവനക്കാരുടെ ഷോർട്ടേജ് ഉണ്ട് ബാങ്കിൽ. ഇവർക്ക് കാഷ്യർ പോസ്റ്റിലേക്കുള്ള നിയമനത്തിൽ ഒരു 450 പേരെ ഇപ്പോൾ ഉടനെ തന്നെ PSC വഴി നിയമിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കേരള ബാങ്കിൻ്റെ പ്രസിഡന്റും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ശ്രീ P. മോഹനൻ മാസ്റ്ററാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ മോഹനൻ മാസ്റ്റർ. നമസ്കാരം. ആദ്യമേ തന്നെ കേരള ബാങ്കിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ കേരള കൗമുദിയുടെ അഭിനന്ദനങ്ങൾ. എന്താണ് പുതിയ പ്രസിഡന്റിൻ്റെ ഒരു ഫോക്കസ്? അല്ല, പുതിയ ഒരു ഇതൊന്നും തുടങ്ങുകയല്ല. നേരത്തെ തന്നെ കേരള ബാങ്ക് രൂപീകരണ ഘട്ടത്തിൽ തന്നെ ഇതിന് രൂപം നൽകുന്നതിന് മുൻകൈയെടുത്ത സംസ്ഥാന ഗവൺമെൻറ്റിന് ഇത് സംബന്ധിച്ച വളരെ കൃത്യവും വ്യക്തവുമായ ഒരു കാഴ്ചപ്പാടുണ്ട്. കേരള ബാങ്ക് കേരളത്തിലെ ഓരോ മലയാളിയുടെയും, അതായത് മൊത്തം മലയാളികളുടെ സ്വന്തം ബാങ്ക് എന്ന ഒരു കാഴ്ചപ്പാടാണ് സംസ്ഥാന ഗവൺമെൻറ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ഈ രൂപീകരണ ഘട്ടത്തിൽ അതിന് മുൻകൈയെടുക്കുന്ന സന്ദർഭത്തിൽ മുന്നോട്ട് വെച്ചത്. ആ ഒരു പ്രതീക്ഷക്കനുസരിച്ച്, അല്ലെങ്കിൽ അത്തരമൊരു ലക്ഷ്യം കൈവരിക്കുന്നതിന് ജനങ്ങളുടെ ആകെ വിശ്വാസം ആർജിച്ച് മുമ്പോട്ട് പോകേണ്ടതുണ്ട്. അതിന് സഹായകരമായ ആക്കം കൂട്ടുന്ന, അല്ലെങ്കിൽ അതിന് വേഗത കൂട്ടുന്ന പ്രക്രിയയാണ് കേരള ബാങ്ക് വിഭാവനം ചെയ്യുന്നത്. ഇപ്പോൾ കേരള ബാങ്കിൻ്റെ തന്നെ ബിസിനസ് തന്നെ 1.25 ലക്ഷം കോടി കവിഞ്ഞു. അതുപോലെ തന്നെ കഴിഞ്ഞ 6 വർഷക്കാലം 25,000 കോടിയുടെ അധിക ബിസിനസ് ഉണ്ടായി. അന്നേരം ഇനി എങ്ങനെ ആയിരിക്കും ഒരു പ്രവർത്തന വിപുലീകരണം? ഏതൊക്കെ രീതിയിലായിരിക്കും വിപുലീകരണമെന്ന്? ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന സഹകരണ ബാങ്കുകളുണ്ട്. ഇവിടുത്തത് 2 ടയർ സിസ്റ്റമാണിപ്പോൾ. നേരത്തെ 3 ടയർ സംവിധാനമായിരുന്നു. കേരള ബാങ്കിൻ്റെ രൂപീകരണം തന്നെ ആ 3 ടയർ സംവിധാനം അവസാനിപ്പിച്ച്, അല്ലെങ്കിൽ അതിൽ നിന്ന് 2 ടയർ സിസ്റ്റത്തിലേക്കുള്ള ഒരു മാറ്റമാണ് ഗവൺമെൻറ് മുൻകൈയെടുത്ത് ഒരു വിശദമായ, അതിവിപുലമായ, ആഴത്തിലുള്ള പഠനമൊക്കെ നടത്തി പ്രത്യേക കമ്മീഷനെയൊക്കെ, ശ്രീറാം കമ്മീഷനെയൊക്കെ നിയോഗിച്ചു. ആ കമ്മീഷൻ്റെ നിഗമനത്തിൻ്റെയും കണ്ടെത്തലിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ചുവടുവെപ്പ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായത്. അപ്പോൾ അത് മാറി വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നൂതനമായ സാങ്കേതിക വിദ്യകളും എല്ലാം ഉപയോഗിച്ച് നല്ല നിലയിൽ ജനങ്ങളെ മുഴുവൻ ഇതിൻ്റെ ഭാഗമായി അണിനിരത്തി അതിവേഗത്തിൽ ഈ മേഖല ശക്തിപ്പെടണം. ആ ഒരു കാഴ്ചപ്പാടാണ് ഗവൺമെൻറ്റിനുള്ളത്. ആ ധാരണയിലാണ്. അപ്പോൾ സ്വാഭാവികമായും പുതിയ ഇതിൻ്റെ ഇന്നിപ്പോൾ ഈ രാജ്യത്ത് എല്ലാ സംസ്ഥാന സഹകരണ ബാങ്കുകളിലേക്കാളും ഏറ്റവും മുമ്പിൽ എല്ലാ കാര്യങ്ങളിലും ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പ്രധാനം ബിസിനസ്. ആ ബിസിനസ് ഇന്ന് ഏറ്റവും ഇന്ത്യയിലെ എല്ലാ സഹകരണ ബാങ്കുകളെക്കാളും ബിസിനസ്സിൽ മുന്നിലാണ്. ഇന്ത്യയിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അതെ, 1,26,000 കോടിയിലധികം വരുന്ന സംഖ്യയുടെ ബിസിനസ് നടത്തുന്ന ഒരു അതിവിപുലമായ വലിയ ഒരു സ്ഥാപനമായി കേരള ബാങ്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ബിസിനസ്സിൻ്റെ മേഖലയിൽ മാത്രമല്ല, ബിസിനസ് ഇന്ത്യയിലാകെയുള്ള എല്ലാ സംസ്ഥാന സഹകരണ ബാങ്കുകളും കൂടി മൊത്തമായി നടത്തുന്ന ബിസിനസ്സിൻ്റെ 23% കേരള ബാങ്കിൻ്റെത് മാത്രമാണ്. അതോടൊപ്പം തന്നെ നിക്ഷേപ സമാഹരണത്തിൽ മറ്റെല്ലാ ബാങ്കുകളെക്കാളും, ബാങ്കുകൾ എന്ന് പറയുമ്പോൾ സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള സഹകരണ ബാങ്കുകൾ, അതിൻ്റെ എല്ലാം മുന്നിലാണ് കേരള ബാങ്ക്. വായ്പാ വിതരണത്തിലും കേരള സംസ്ഥാന സഹകരണ ബാങ്ക്, അതായത് കേരള ബാങ്കാണ് മുന്നിലുള്ളത്.
ഏഷ്യയിലെ നമ്പർ 1 ആണിത്. ലോകത്തിലെ 7ാമത്തെ പിന്നെ സഹകരണ ബാങ്കാണ്. ഇപ്പോൾ ഈ പൊതുമേഖലാ ബാങ്കുകളോട് മത്സരിക്കാൻ, അതായത് പുതിയ ജനറേഷൻ ബാങ്കുകളും എല്ലാം ഉണ്ടല്ലോ, അതെ, ന്യൂജൻ ബാങ്ക്, പലിശ അല്ലെങ്കിൽ പെട്ടെന്ന് ലോൺ, അത്തരം മത്സരത്തെ എങ്ങനെയാണ് കേരള ബാങ്ക് ഞങ്ങൾ കാണുന്നത്? ഇതിപ്പോൾ മറ്റ് ആ ബാങ്ക് ഇത് വാണിജ്യ ബാങ്കുകളിൽ നിന്നെല്ലാം കേരള ബാങ്കിനുള്ള ഒരു വ്യത്യസ്തത, ഞങ്ങൾ സമാഹരിക്കുന്ന, അതായത് കേരള ബാങ്ക് കേരളത്തിനകത്ത് നിന്ന് സമാഹരിക്കുന്ന നിക്ഷേപം, പണം, ആ നിക്ഷേപമായി സ്വീകരിക്കുന്ന സംഖ്യ അത്രയും പൂർണ്ണമായിട്ട് തന്നെ കേരളത്തിൻ്റെ സാമൂഹ്യ വികാസത്തിന് കേരളത്തിനകത്ത് തന്നെ ചെലവഴിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഭാഗം. അത് ഞങ്ങൾ കൃത്യമായി നിറവേറ്റി വരിക, കേരള ബാങ്ക് കൃത്യമായി നിർവഹിച്ച് മുന്നോട്ട് വരികയാണ്. അപ്പോൾ നമുക്ക് ഈ നൂതനമായ പുതിയ മാറ്റങ്ങൾ, അതിൻ്റെ ഭാഗമായി വളർന്നു വരുന്ന സാങ്കേതിക വിദ്യകൾ, ബാങ്കിങ് മേഖലയിൽ വരുന്ന ഈ അതെ നെറ്റ് ബാങ്കിങ് അടക്കം, അതിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായി ഇതൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് വലിയ അളവിൽ മുന്നേറാൻ കഴിയും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും സാമൂഹ്യ പ്രതിബദ്ധത ഒരു ഇഞ്ച് പോലും കൈവിടില്ല. ഈ ആധുനിക സംവിധാനങ്ങളെ ചേർക്കുമ്പോഴും സമൂഹത്തോടുള്ള ഒരു സമീപനത്തിൽ മാറ്റമില്ല, ഒരു മാറ്റവും ഇല്ല. കാരണം മലയാളിയുടെ സ്വന്തം ബാങ്കാണിത്. അതെ, അത് ഞങ്ങളുടെ ഈ വളർച്ചയുടെ അടിസ്ഥാനം തന്നെ വളരെ വേഗത്തിൽ 2019 രൂപീകൃതമായി 6 വർഷത്തിനകം ഈ വളർച്ച കേരള ബാങ്കിന് കൈവരിക്കാൻ കഴിഞ്ഞത് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും, പ്രത്യേകിച്ച് സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ഓരോ മനുഷ്യൻ്റെയും വിശ്വാസം, പിന്തുണയും ആർജിക്കാൻ കഴിഞ്ഞത് തന്നെയാണ്. 78 ലക്ഷമാണ് കേരള ബാങ്കിൻ്റെ ഇപ്പോൾ ഉള്ള കസ്റ്റമേഴ്സിൻ്റെ എണ്ണം. അതിൽ കുറേ പേര് ആക്റ്റീവ് അല്ലാതിരിക്കാം. ഞങ്ങൾ അവരെയും ആക്റ്റീവ് ആയിട്ട് ഇടപാട് നടത്തുന്നവരായി മാറ്റിയെടുക്കാനുള്ള പരിശ്രമത്തിലാണ്. ബ്രാഞ്ചുകളുടെ എണ്ണം കൂടി ഇപ്പോൾ 823 ബ്രാഞ്ചുകളാണ് സംസ്ഥാനത്ത് കേരള ബാങ്കിലുള്ളത്. അതിനെയും വർദ്ധിപ്പിക്കും. അത് എവിടെയാണോ ഇതിൻ്റെ സേവനം കൂടുതൽ ലഭ്യമാവേണ്ടത്, കുറവ് വരുന്നത്, അത് നോക്കിയിട്ട് പ്രായോഗികമായിട്ട് ഉള്ള ഇടപെടൽ ഞങ്ങൾ നടത്തും. ചിലപ്പോൾ തൊട്ടടുത്ത് തന്നെ ഉണ്ടെങ്കിൽ അത് സമന്വയിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിന്, ആളുകൾക്ക് സേവനം ലഭ്യമാക്കുന്നതിന് ഉചിതമായ മാർഗം സ്വീകരിക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ SBI കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുകൾ എനിക്ക് കേരള ബാങ്കിനാണ്. അതെ. അത് പിന്നെ ഇത്തരം ബാങ്കിൻ്റെ സംവിധാനം ലഭ്യമല്ലാത്ത മേഖലകളിൽ ഇത് കൂടുതൽ കൂടുതൽ. അതെ. പൊതുവെ സഹകരണ പ്രസ്ഥാനം ഇപ്പം വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇതിപ്പോൾ. കേരള ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടല്ലെങ്കിലും ഈ സഹകരണ സംഘങ്ങളിലും മറ്റും നിക്ഷേപിച്ച ആൾക്കാർക്ക് പൈസ നഷ്ടപ്പെടുകയും, ഇപ്പോൾ കരുവന്നൂർ അടക്കമുള്ള ചില സംഭവങ്ങൾ, നേമത്ത് സഹകരണ ബാങ്കിന് പറ്റിയ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഒരു വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട്. അന്നേരം ആ ഒരു വെല്ലുവിളി, താങ്കളൊരു സീസൺഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, അതുകൂടാതെ തന്നെ മികച്ച സഹകാരിയാണ്, പാർട്ടിയിൽ തന്നെ കോഴിക്കോട് 10 വർഷം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ്. ആ ഒരു വെല്ലുവിളി എങ്ങനെ അതിജീവിക്കുന്നത്? അത് മൊത്തത്തിൽ ഈ സഹകരണ മേഖലയിലൊരു വിശ്വാസത്തിൻ്റെ ഒരു തകർച്ചയ്ക്ക് അത് വഴി തെളിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഇത് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഈ മേഖലയുടെ വിശ്വാസത്തെയൊന്നും അത് ബാധിച്ചിട്ടില്ല. സഹകരണ മേഖലയ്ക്ക് അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിന് കേരളീയ സമൂഹത്തിലുള്ള അവരുടെ മനസ്സിലാഴത്തിലുള്ള സ്വാധീനത്തിന്, വിശ്വാസത്തിന് ഒരു പോറലുമേറ്റിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ഈ സഹകരണ പ്രസ്ഥാനം രൂപമെടുത്തിട്ട് തന്നെ ഏതാണ്ട് ഒരു നൂറ്റാണ്ടിലേറെ കാലമായി. ഇപ്പോൾ അതൊക്കെ അതിൻ്റെ തുടക്കം പരിശോധിച്ചാൽ, ചരിത്രപരമായിട്ട് തന്നെ പരിശോധന നടത്തിയാൽ, നവോത്ഥാന പ്രസ്ഥാനം, അതുപോലെ തന്നെ കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനം, പതിറ്റാണ്ടുകൾ നീണ്ട ഇതിൻ്റെ ഭാഗമായിട്ട് ഒട്ടേറെ ത്യാഗവര്യരായ മഹാരഥന്മാരായ പൊതുപ്രവർത്തകന്മാരും സാമൂഹ്യ പരിഷ്കർത്താക്കളും എല്ലാം ഇടപെട്ട് നടത്തിയിട്ടുള്ള ഒരു ത്യാഗനിർഭരമായ പ്രവർത്തനത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം. ഇപ്പോൾ ഇന്ന് ലോകത്ത് തന്നെ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന നിർമ്മാണ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ, ഒരു സ്ഥാപനമാണല്ലോ സഹകരണ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. അത് മഹാനായ വാഗ്ഭടാനന്ദ ഗുരുവാണ് തുടങ്ങിയത്. ഒരു കൂലിവേലക്കാരുടെ, അത് ജോലി നിഷേധിക്കപ്പെട്ട നാട്ടുംപുറത്തെ പാവപ്പെട്ട കൂലിവേലക്കാരുടെ ഒരു കൂട്ടായ്മ എന്ന നിലക്ക് തുടക്കമിട്ടതാണ്. അതിന്ന്
ലോകത്ത് തന്നെ തലയുയർത്തി പിടിച്ചു നിൽക്കുന്നു. ഇതേപോലെ തന്നെ കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾ, വിശേഷിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും അതുപോലുള്ള പുരോഗമന ശക്തികളും ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത് രൂപം നൽകിയിട്ടുള്ള കൂട്ടായ്മകളാണ് കേരളത്തിലെ ഇന്നത്തെ അതിവിപുലമായ വ്യാപിച്ചു കിടക്കുന്ന ഈ സഹകരണ പ്രസ്ഥാനമായി രൂപമെടുത്ത് വളർന്നു വന്നിരിക്കുന്നത്. അതിൻ്റെ വിശ്വാസത്തെ അങ്ങനെയൊന്നും ആർക്കും തകർക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ഈ വിപുലമായ സംവിധാനമായിട്ട് നൂറുകണക്കിന് വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങളും എല്ലാം ഇന്ന് നാട്ടുമ്പുറങ്ങളിലും നഗരങ്ങളിലും എല്ലായിടത്തും ഇന്ന് വ്യാപിച്ച് കിടക്കുകയാണ്. അപ്പോൾ അതിൽ ഒറ്റപ്പെട്ട അപൂർവം ചിലത്, ഞാൻ ആ നിലയിൽ തന്നെയാണ് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒറ്റപ്പെട്ട ചില സ്ഥാപനങ്ങളിൽ ചില തെറ്റായ പ്രവണതകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അപൂർവമായിട്ട്. അതായിട്ട് തന്നെ പ്രത്യേകമായി കണ്ട് ആ തെറ്റായ പ്രവണതകൾക്കെതിരായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും അത് തിരുത്തിക്കുന്നതിനും സ്ഥാപനം തകർന്നു പോകാതെ സംരക്ഷിച്ച് ജനങ്ങളുടെ വിശ്വാസത്തിന് കോട്ടം വരാതെ അതിനെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് തിരുത്തിയെടുത്ത് ശക്തിപ്പെടുത്താനാണ് ഇടപെടേണ്ടത്. അല്ല, അത്ര അവിടെയൊക്കെയുള്ള നിക്ഷേപകരുടെ മുഴുവൻ തുകയും തിരിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ പൂർണ്ണമായിട്ട് അത് കഴിഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഇത് പലതും കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ ചൂണ്ടിക്കാണിച്ച കരുവന്നൂർ തന്നെ, അത് വലിയ കോലാഹലങ്ങൾ മാധ്യമങ്ങളിലൊക്കെ അത് ചിലപ്പോൾ അതിൻ്റെ ചുമതലക്കാരായിട്ട് ഉള്ള ആളുകൾ ചിലപ്പോൾ അത് ഈ മാധ്യമങ്ങൾക്ക് ഈ വിമർശകരായ ചില മാധ്യമങ്ങൾക്ക് ക്രിയാത്മകമായ വിമർശനങ്ങൾ സ്വാഭാവികമായും സ്വാഗതം ചെയ്യേണ്ടതാണ്, അത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. എന്നാൽ അതിൻ്റെ മറവിൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ആകെ തകർന്നു പോയിരിക്കുന്നു, വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു, അവിടുത്തെ കാശെല്ലാം നഷ്ടപ്പെടാൻ പോവുകയാണ്, സഹകരണ മേഖലയിൽ ആരും നിക്ഷേപിക്കേണ്ടതില്ല എന്ന ഒരു മെസ്സേജ്, ഒരു സന്ദേശം സമൂഹത്തിൽ ഒരു രൂഢമൂലമാക്കുന്നതിന് അല്ലെങ്കിൽ അത്തരം ഒരു സന്ദേശം പാസ് ചെയ്യുന്നതിന് ബോധപൂർവമായ ചില പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ അത് മാത്രമല്ല, ഞാൻ അവസാനിപ്പിക്കാം. അതായത് എന്നിട്ട് പോലും അത് വളരെ വേഗത്തിൽ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് പഴയ നിലയിലേക്ക് കരുവന്നൂരടക്കം വരുന്നു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണല്ലോ. തീർച്ചയായിട്ടും അതിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, പ്രത്യേകിച്ച് സംസ്ഥാന സഹകരണ വകുപ്പൊക്കെ നടത്തിയിട്ടുള്ള ക്രിയാത്മകമായൊരു ഇടപെടലുണ്ട്. ജാഗ്രതക്കുറവുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത്തരം പ്രവണതകൾ എവിടെയെങ്കിലും ദൃശ്യമായാൽ അതിനെ അതായി കണ്ടുകൊണ്ട് കർശന നിലപാട്, തെറ്റുകളോട് വിട്ടുവീഴ്ച ചെയ്യാത്ത നിലപാട്, കണിശമായ സമീപനം. കോഴിക്കോടും അതുപോലെ ബ്രഹ്മഗിരി അവിടെയൊക്കെ ചില ബാങ്കുകളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചില വിവാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പൈസ അതെ ബ്രഹ്മഗിരി അങ്ങനെ ഒന്നുമില്ല. അത് പത്രങ്ങളിലൊക്കെ ചില വാർത്തകൾ കാണാനിടയായി. അത് എവിടെയാണോ ഏതെങ്കിലും തരത്തിൽ ഈ നിലയിൽ ഇടപെടേണ്ടതുണ്ട്. ഇതൊക്കെ ഒറ്റപ്പെട്ട കേസുകളാണ്. ആവർത്തിക്കാതിരിക്കാൻ എന്നതിനുള്ള നിതാന്ത ജാഗ്രതയും, അങ്ങനെ തെറ്റായ ഏതെങ്കിലും പ്രവണതകൾ എവിടെയെങ്കിലും പ്രകടമായാൽ അത് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ച് മാതൃകാപരമായ നിലപാട് സ്വീകരിച്ച് കറക്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ KN ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ഈ നെല്ല് സംഭരണ കാര്യത്തെക്കുറിച്ചൊരു പരാമർശമുണ്ട്. അതായത് നെല്ല് സംഭരിക്കുന്ന അതിൻ്റെ വായ്പ കാര്യത്തിൽ കേരള ബാങ്കിൻ്റെ ഒരു സഹായം ഉണ്ടാകും. അതായത് സംഘങ്ങൾ അപ്പം തന്നെ പൈസ കൊടുക്കുകയും അവർക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാകുകയാണെങ്കിൽ കേരള ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാമെന്ന് അങ്ങനെ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അത് നേരത്തെ ഈ നെല്ല് സംഭരണം പ്രധാനമായും പാലക്കാട്, ആലപ്പുഴ പോലുള്ള ജില്ലകളിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നത്. കാരണം നെൽകൃഷിയുടെ പ്രധാന കേന്ദ്രങ്ങളാണിതെല്ലാം, ഈ കുട്ടനാടും പാലക്കാടുമെല്ലാം. നേരത്തെ ഗവൺമെൻറ് ഈ നെല്ല് സംഭരിച്ചുകൊണ്ട്, കൃഷിക്കാരിൽ നിന്ന് സംഭരിച്ചുകൊണ്ട് കൃഷിക്കാരെ സഹായിക്കാനും സംരക്ഷിക്കാനുമുള്ള മാതൃകാപരമായ അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടെയുള്ള സമീപനം ഗവൺമെൻറ് സ്വീകരിച്ചു. എന്നാൽ കൃഷിക്കാർക്കാണെങ്കിൽ കാശ് കിട്ടുന്നതിന് കുറച്ച് കാലതാമസമൊക്കെ വന്നിരുന്നു. അതിൻ്റെ പ്രയാസങ്ങൾ സ്വാഭാവികമായും നെൽകൃഷിക്കാർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ട് ഗവൺമെൻറ് പുതിയ സമീപനം സ്വീകരിച്ചിരിക്കുന്നു. അതാണിപ്പോൾ ബഡ്ജറ്റ്, ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ ഇന്നലെ അവതരിപ്പിച്ച ബഡ്ജറ്റിനകത്ത് മറ്റെല്ലാ കാര്യങ്ങളെപ്പോലെ തന്നെ ഈ മേഖലയെയും ചേർത്ത് പിടിച്ച് കൃഷിക്കാരെയും കാർഷിക മേഖലയെയും പ്രത്യേകിച്ച് നെൽകൃഷിക്കാരെ അടക്കം
ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു സമീപനമാണ്, ഒരിടപെടലാണ്. അത് ശ്ലാഘനീയമാണ്. അതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ കൃഷിക്കാർക്ക്, നെൽകൃഷിക്കാർക്ക് അവർ നെല്ല് സംഭരിക്കുമ്പോൾ സൊസൈറ്റികൾ, പ്രാഥമിക സംഘങ്ങൾ വഴി സംഭരിക്കുമ്പോൾ അപ്പോൾ തന്നെ കാശ് കൊടുക്കാനുള്ളതാണ്. ന്യായമായ വില നിശ്ചയിക്കുന്നു, അപ്പോൾ തന്നെ കാശ് കൃഷിക്കാർക്ക് നൽകുന്നതിനുള്ള ആണ്. അത് സംഘങ്ങൾ ശേഖരിക്കുമ്പോൾ സംഘങ്ങൾക്ക് അതിന് ശേഷിയില്ലെങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തികമായ ഏതെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിൽ, അവരെടുത്ത് ആവശ്യത്തിന് കാശ് തക്ക സമയത്തില്ലെങ്കിൽ സ്വാഭാവികമായും അവർക്ക് കേരള ബാങ്ക് വായ്പ കൊടുക്കുന്നു. ഈ കാര്യത്തിൽ അതിന് കേരള ബാങ്ക് സന്നദ്ധമാണ്. അത് തുറന്ന മനസ്സാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സാമൂഹ്യ പ്രതിബദ്ധത. അതെ, സാമൂഹ്യ പ്രതിബദ്ധത. ഞങ്ങൾ ഈ കേരളത്തിൻ്റെ സാമ്പത്തിക ഘടനയിൽ, സാമൂഹ്യ വികാസത്തിൽ ജനപക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ട്, അത് ഏത് വിഭാഗമെന്നല്ല, എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന പുതിയ ഒരു നവകേരളത്തിലേക്ക്, കേരളത്തെ ആനയിക്കുന്നതിനുള്ള, സമൂഹത്തെ ആനയിക്കുന്നതിനുള്ള ഇച്ഛാശക്തിയോടുകൂടിയുള്ള അങ്ങേയറ്റത്തെ എതിരാളികൾക്ക്, ഞാൻ ഉപയോഗിക്കുന്ന വാക്കതാണ്, എതിരാളികൾക്ക് അല്ലെങ്കിൽ വിമർശകന്മാർക്ക് ഊഹിക്കാൻ കഴിയാത്ത ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൂടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നിലപാട് സ്വീകരിക്കുകയാണ്. അതിൻ്റെ കൂടെയാണ് ഞങ്ങൾ. ഈ കാർഷിക മേഖലയുമായിട്ടും ബന്ധപ്പെട്ട് കേരള ബാങ്ക് പ്രവർത്തിക്കുന്നു. ഉണ്ട്. കാർഷിക, ഞങ്ങൾ നൽകുന്ന വായ്പയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കാർഷിക മേഖലയിൽ തന്നെയാണ്. മൊത്തം വായ്പയുടെ 28% കാർഷിക മേഖലയിലാണ്. തിരിച്ചടവ് അതിൻ്റെ വ്യവസ്ഥ അനുസരിച്ച്, ഓരോ ലോണിൻ്റെയും പ്രത്യേകത അനുസരിച്ച് അതിൻ്റെ ഇത് ഹ്രസ്വകാല വായ്പകളുണ്ടാവാം, ദീർഘകാല വായ്പകളുണ്ടാവാം. അതിനനുസരിച്ചാണ് ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ ക്ഷീരമേഖലയിലടക്കം, കാർഷിക മേഖലയിൽ പ്രധാനപ്പെട്ടതാണ് ക്ഷീരകർഷകർ. അവർക്ക് ക്ഷീരമിത്ര എന്ന പേരിൽ പ്രത്യേക ആവുന്നു. അതുപോലുള്ള വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ഓരോ ഉൽപ്പന്നത്തെയും ആധാരമാക്കി, അതുപോലെ അത് ഓരോന്നിൻ്റെയും വൈവിധ്യവൽക്കരണത്തെ ആ നിലയിലെല്ലാം സംരംഭങ്ങൾ അതെല്ലാം വെച്ചിട്ട് ഞങ്ങളിപ്പോൾ ഒരു 50-ലധികം വരുന്ന വായ്പാ പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട്. പലിശ നിരക്കൊക്കെ ഓരോ വ്യത്യസ്തമായ ഓരോന്നിനും അത് വ്യത്യാസം ഉണ്ടാകും പല മേഖലകളിലുള്ള ആൾക്കാർക്ക്. അതെ, അത് ഉണ്ട്. പ്രത്യേകിച്ച് ഈ സ്ത്രീകൾക്ക് 10-ലധികം വായ്പാ പദ്ധതികൾ. സ്ത്രീകൾ സമൂഹത്തിലെ ഒരു പ്രബലമായ വിഭാഗമാണല്ലോ. അപ്പോൾ അതിനൊക്കെ ചെറുതും വലുതുമായ അവർക്ക് സംരംഭങ്ങൾ തുടങ്ങാനാണ്. അതെ, അത് തുടങ്ങാൻ. പിന്നെ പ്രവാസികൾക്ക് പ്രവാസി മിത്ര, അതുപോലെ MSME ഇതിനു വേണ്ടിയും ഉണ്ട്. എല്ലാ മേഖലകളെയും ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞങ്ങൾ ഇവിടുന്ന് മീൻസ് കേരളത്തിൽ നിന്ന് സമാഹരിക്കുന്ന സംഖ്യ എത്രയും, നിക്ഷേപമായി സമാഹരിക്കുന്ന സംഖ്യ എത്രയും കേരളത്തിനകത്ത് തന്നെ വ്യത്യസ്തങ്ങളായ ജനവിഭാഗങ്ങളുടെ ക്ഷേമത്തെയും അതുപോലെ തന്നെ ആ സമൂഹത്തിൻ്റെ, നമ്മുടെ നാടിൻ്റെ പൊതുവികാസത്തിനെയും ലക്ഷ്യം വെച്ച് ഗവൺമെൻറ്റുമായി ചേർന്നുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ സ്വർണ്ണപ്പണയ വായ്പയുടെ കാര്യത്തിലും ബാങ്ക് വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ കേരളത്തിൽ സ്വർണ്ണപ്പണയ വായ്പയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന, വായ്പ ബാക്കി നിൽപ്പിൽ, വിതരണത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 5 ബാങ്കുകളിൽ ഒന്നാണ്. 4ാമതായിട്ട് ഞങ്ങളിപ്പോൾ മാറിയിട്ടുണ്ട്. ഞങ്ങളത് ഇനിയും അത് വേഗത്തിൽ ആ മേഖലയിൽ വലിയ മുന്നേറ്റമാണ്. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ പൊതുവേ കാണുന്ന മറ്റൊരു കാര്യമാണ്, ഈ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തിട്ട് അത് തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടാതെ അത് പലിശയെല്ലാം അവിടെ കൂടി അവസാനം കിടപ്പാടം പണയം വയ്ക്കേണ്ടി വരുന്നത്, ജപ്തിപ്പഴ. അന്നേരം കഴിഞ്ഞ ഒരു അവസരത്തിൽ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞായിരുന്നു, ഇങ്ങനെ ഒറ്റ കിടപ്പാടം ഉള്ളവരെ അങ്ങനെ ഇറക്കി വിടരുത്, അല്ലെ 5 ലക്ഷം രൂപ വരെയുള്ള വായ്പയുടെ കാര്യത്തിൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ പല ഘട്ടങ്ങളിലും കിടപ്പാടം ജപ്തി ചെയ്ത് ആൾക്കാർ ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ. കേരള ബാങ്ക് എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്ന, പൊതുവെ ബാങ്കുകൾ. എന്താണ് കേരള ബാങ്കിൻ്റെ ഇത്തരം കാര്യങ്ങൾ? 5 ലക്ഷത്തിൽ താഴെയുള്ള വായ്പകൾ, 5 ലക്ഷത്തിൽ താഴെയുള്ള വായ്പകളിൽ ഞങ്ങളിപ്പോൾ ഗവൺമെൻറ് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുണ്ട്. അത് ഇത്തരം തിരിച്ചടവിന് ബുദ്ധിമുട്ടുന്ന ആളുകളെ സഹായിക്കാനാണ്, അവരുടെ വായ്പ തിരിച്ചടക്കുന്നതിന് അവരെ സഹായിക്കുന്നതിനാണ്. പലിശയും പിഴപ്പലിശയും എല്ലാമായിട്ട് വരുന്ന ഭീമമായ സംഖ്യയിൽ നിന്ന് വലിയ ഇളവ് അവർക്ക് കിട്ടും. ഈ പീരീഡിൽ, ഈ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ ഇപ്പോൾ മാർച്ച് 31 വരെയുള്ള കാലയളവിൽ തിരിച്ചടക്കുന്നവർക്ക് വലിയ ഇളവാണ് ലഭ്യമാവുക. അങ്ങനെ വരുമ്പോൾ 5 ലക്ഷത്തിൽ താഴെയുള്ള സമൂഹത്തിൽ അടിത്തട്ടിൽ കിടക്കുന്ന ഒരു ചെറിയ താഴെ കടയിലുള്ളവരുടെ ലോണ്
5 ലക്ഷത്തിൽ താഴെയുള്ളത് അവ കുടിശ്ശിക ഉണ്ടെങ്കിൽ മുതൽ സംഖ്യ മാത്രം പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രം അടച്ച് പലിശയും പിഴപ്പലിശയും എല്ലാം പൂർണ്ണമായി ഒഴിവാക്കി കൊടുത്ത് അവരെ സഹായിക്കുന്ന ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനമാണ് ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഈ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ കാര്യങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് അങ്ങനെ ഒരു ജപ്തി നടത്തി ഇറക്കി വിടുന്ന സമീപനം ഇല്ല. ജപ്തി നടത്തി ഇറക്കി വിടുന്നതെന്ന് പറയുമ്പോൾ ഈ ഗവൺമെൻറ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് 5 സെൻറ്റ് താഴെയുള്ള ഈ പിന്നെ ഏകകടപ്പാട് വന്നല്ലോ. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ടാണ് ഞങ്ങൾ നിലപാട് സ്വീകരിക്കുന്നത്. എന്നാൽ ഇത് തിരിച്ചടക്കാതെ നിൽക്കുമ്പോൾ അവരെ പരമാവധി ഇളവും ഇതെല്ലാം വരുമ്പോൾ പിന്നെ ഈ നടപടികൾ പിന്നെ സ്വാഭാവികമായിട്ട് അത് പിന്നെ ബാങ്കിൻ്റെ മാത്രം ഒരു കൊക്കലൊതുങ്ങുന്ന കാര്യമല്ല. പിന്നീടത് നിയമ നടപടികളിലേക്കും കോടതി ഇടപെടലിലേക്കും എല്ലാം മാറി വരുന്നുണ്ട്. എന്തായാലും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ ഞങ്ങളത് കാരണം ഇതിൽ ഒന്നെന്താന്ന് പറഞ്ഞാൽ വായ്പ കൊടുക്കുന്ന സംഖ്യ പലരിൽ നിന്നുമായിട്ട് എല്ലാ ബാങ്കുകളുടെയും സഹകരണ സ്ഥാപനങ്ങളുടെയും എല്ലാം പൊതുവായ ഒരു പ്രശ്നമാണിത്. അതാത് സ്ഥാപനങ്ങളിൽ സമാഹരിക്കുന്ന നിക്ഷേപ തുകയാണല്ലോ വായ്പയായിട്ട് കൊടുക്കുന്നത്. തിരിച്ചടവ് വരണമെന്നുള്ളത് പ്രധാനമാണ്. അതിന് പ്രോത്സാഹിപ്പിക്കുകയും പരമാവധി അതിനെ സഹായിക്കുകയും സഹായകരമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ബാങ്കുകൾക്ക് സ്വീകരിക്കാൻ കഴിയുക. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒറ്റത്തവണ തീർപ്പാക്കൽ ഗവൺമെൻറ് അതിനനുസരിച്ച സമീപനമാണ് സ്വീകരിക്കുന്നത്. വലിയ അളവാണ് ആളുകൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ കുറച്ച് പ്രയാസം സഹിച്ചാണെങ്കിലും പിന്നെ ഈ കുടിശ്ശികയായ ഈ കടങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അത് പിന്നെ തിരിച്ചടക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ ഇടപെട്ട് മുൻകൈ എടുത്ത് നടപടി സ്വീകരിക്കുമ്പോൾ അവർക്ക് വലിയ ആശ്വാസമാണ്. അതൊക്കെ വലിയ തോതിൽ തിരിച്ചടവ് വരുന്നുണ്ട്. ബാങ്കിൻ്റെ ഈ നോൺ പെർഫോമിംഗ് അസറ്റ് അല്ലെങ്കിൽ കിട്ടാക്കടങ്ങൾ തിരിച്ചു പിടിക്കുന്നതിനുള്ള അതെ, അതിനാണല്ലോ കിട്ടാക്കടം മീൻസ് കാലപ്പഴക്കമുള്ള കടങ്ങളിലൊക്കെ ഞങ്ങളിങ്ങനെ ഇടപെടുന്നുണ്ട്. വലിയ ഇളവാണ്. ഇപ്പോൾ ചിലർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ഇളവ് വലിയ കാലപ്പഴക്കമുള്ള വലിയ ലോണുകളിലൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ ഇളവുകളാണ് ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നത്. വലിയ ആശ്വാസമാണ് ഗവൺമെൻറ്റിൻ്റെ ഈ സമീപനവും. ഈ നിക്ഷേപങ്ങൾ ആകർഷിക്കുക, ഇപ്പോൾ എല്ലാ ബാങ്കുകളുടെയും ഒരു പ്രധാന ലക്ഷ്യം നിക്ഷേപങ്ങൾ ആകർഷിക്കുക എന്നുള്ളതാണ്. അതിന് കേരള ബാങ്കിന് എന്തെങ്കിലും പ്രത്യേക രീതിയുണ്ടോ? അത് എങ്ങനെയാണ് കൂടുതൽ നിക്ഷേപങ്ങൾ? ഈ സഹകരണ നിയമത്തിനും അതുപോലെ തന്നെ ഇതിനൊക്കെ അകത്ത് വിധേയമായി നിന്നുകൊണ്ട് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ അംഗസംഘങ്ങൾ മെമ്പർമാരെന്ന് പറയുന്നത് പ്രാഥമിക വായ്പാ സംഘങ്ങളാണ്. 1679 പ്രാഥമിക വായ്പാ സംഘങ്ങൾ, പ്രാഥമിക ബാങ്കുകൾ, പ്രൈമറി ബാങ്കുകൾ, അതുപോലെ തന്നെ 56 അർബൻ ബാങ്കുകൾ. ഇതാണ് ഇതിൻ്റെ അംഗങ്ങളായിട്ടുള്ളത്. അവരുടെ വളർച്ചയും പുരോഗതിയും ഞങ്ങളെ സംബന്ധിച്ച് പരമപ്രധാനമാണ്. ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമം ഇപ്പോൾ എല്ലാ വർഷവും ലാഭത്തിലാണ് കേരള ബാങ്ക്, ലാഭത്തിലാണ്. എന്നാൽ നെറ്റ് പ്രോഫിറ്റിലേക്ക് ഞങ്ങൾ എത്തിയിട്ടില്ല. അതിപ്പോൾ ഉടനെ എത്തുമോ? അല്ല, അതിനുള്ള പരിശ്രമത്തിലാണ്. അത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ജില്ലാ ബാങ്കുകളും സംസ്ഥാന സഹകരണ ബാങ്കും കൂടി ലയിച്ചിട്ടാണല്ലോ കേരള ബാങ്ക് രൂപീകൃതമായത്. ഈ ജില്ലാ ബാങ്കുകൾ ലയിക്കുന്ന ഘട്ടത്തിൽ അപൂർവം ചില ജില്ലാ ബാങ്കുകളിൽ അതെ അല്ല അതുണ്ട്, അത് മറ്റൊരു കാര്യം. വലിയ തോതിലുള്ള കാലപ്പഴക്കമുള്ള കുടിശ്ശികയുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അതെല്ലാം കേരള ബാങ്ക് രൂപീകൃതമാകുന്നതോടെ കേരള ബാങ്കിൻ്റെ ലോണായിട്ട് കാലപ്പഴക്കമുള്ള ലോണായിട്ട് മാറുന്നു. അപ്പോൾ ഞങ്ങളുടെ NPA ഇത് വലിയ തോതിൽ കൂടാനിടയാവുന്നു. അപ്പോൾ അത് കുറച്ച് കൊണ്ടുവരണം. അത് കുറഞ്ഞു വരുന്നുണ്ട്. ഞങ്ങളതിനാണ് ഇപ്പോൾ വലിയ ശ്രമകരമായി. ഇപ്പോൾ ജീവനക്കാർ 6000-ഓളം ജീവനക്കാരുണ്ട്. ജീവനക്കാരുടെ ഷോർട്ടേജ് ഉണ്ട് ബാങ്കിൽ. അത് PSC വഴിയാണ് ബാങ്കിലെ നിയമനം. അറ്റൻഡർ, പ്യൂണ്, എല്ലാം മേലോട്ട് ക്ലർക്ക്, അസിസ്റ്റന്റ് മാനേജർ, ഓഫീസ് അറ്റൻഡന്റ്, അതുപോലെ തന്നെ എല്ലാ പോസ്റ്റിലേക്കും പിന്നെ PSC വഴിയാണ്. അപ്പോൾ PSC വഴിയുള്ള നിയമനങ്ങൾ കുറച്ചിപ്പോൾ അസിസ്റ്റന്റ് മാനേജർമാരും ഓഫീസ് അറ്റൻഡന്റുമാരും എല്ലാം കുറേ ഇപ്പോൾ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ക്ലർക്കുമാരുടെ നിയമനത്തിൽ, ക്ലർക്ക് കാഷ്യർ പോസ്റ്റിലേക്കുള്ള നിയമനത്തിൽ
ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു 450 പേരെ ഇപ്പോൾ ഉടനെ തന്നെ PSC വഴി നിയമിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഏത് തസ്തിക? അസിസ്റ്റന്റ് മാനേജർ. അസിസ്റ്റന്റ് മാനേജർമാരിപ്പോൾ ഒരു 150ഓളം പേരിപ്പോൾ 150ഓളം ആളുകൾ ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പുതിയതായിട്ട് വരാൻ പോകും. പുതുതായിട്ട് ക്ലർക്ക് കാഷ്യർ, അതെ, ക്ലർക്ക് കാഷ്യർ ഒരേ തസ്തികയാണ്. അത് 400ഓളം പേര് ഇപ്പോൾ ഉടനെ അതിൻ്റെ പ്രക്രിയ പൂർത്തിയാക്കാനാകും എന്നാണ്. അതെ, BSc അല്ല, BSc. അതിന്റെ പരീക്ഷ കഴിഞ്ഞാണ്? അതൊക്കെ കഴിഞ്ഞു, പരീക്ഷയൊക്കെ കഴിഞ്ഞു. അതെ, അതിന്റെ ചെറിയ ചില കോടതി നടപടികളും സ്വാഭാവികമാണല്ലോ. പുതിയ ജീവനക്കാർ വരുമ്പോൾ ഈ നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ടുള്ളതൊക്കെ തിരിച്ചു പിടിക്കാൻ അതിനിപ്പോൾ ചില ഘട്ടങ്ങളിൽ ടെമ്പററി ആയിട്ട് ഈ ഷോർട്ടേജ് വരുമ്പോൾ എംപ്ലോയ്മെൻറ്റ് വഴിയൊക്കെ പിന്നെ എംപ്ലോയ്മെൻറ്റ് വഴിയൊക്കെ ഇവർ 6 മാസത്തേക്കൊക്കെ നിശ്ചയിച്ച് അതും പോകുന്നുണ്ട്. ഇപ്പോൾ 2026-27 സാമ്പത്തിക വർഷത്തിൽ നെറ്റ് പ്രോഫിറ്റ് അതിനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. കാരണം ഡിവിഡൻഡ് കൊടുക്കാൻ കഴിയണം. നെറ്റ് പ്രോഫിറ്റ് അതെ അല്ല, RBI റിസർവ് ബാങ്കിൻ്റെ കർശനമായ നിബന്ധനകളും റിസർവ് ബാങ്കിൻ്റെ ലൈസൻസിലൊക്കെ പ്രവർത്തിക്കുന്നതാണല്ലോ. അപ്പോൾ സ്വാഭാവികമായി റിസർവ് ബാങ്കിൻ്റെ മാനദണ്ഡങ്ങളുണ്ട്, ഇതിൻ്റെ റെഗുലേറ്ററി അതോറിറ്റിയും ഉണ്ട്. അവരുടെയെല്ലാം ഈ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ NBA നല്ല നിലയിൽ ഒരു 5% കുറച്ച് കൊണ്ടുവരാൻ കഴിയണം. എന്നാലേ ഇത് ഡിവിഡൻഡ് കൊടുക്കാൻ കഴിയൂ എന്നുള്ളതാണ്. മാർച്ച് കഴിയുമ്പോൾ ഒരുപക്ഷെ ഡിവിഡൻഡ് കൊടുക്കാൻ കഴിഞ്ഞല്ല, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണ്. അതിനുള്ള ശ്രമത്തിലാണ്. ഈ മലപ്പുറത്തെ കാര്യം എന്തായി? മലപ്പുറത്തത് ഇപ്പോൾ 2019 കേരള ബാങ്ക് രൂപീകൃതമാകുന്നത്. 14 ജില്ലാ ബാങ്കുകളും സംസ്ഥാന സഹകരണ ബാങ്കും കൂടി ലയിച്ച് കേരള ബാങ്ക് രൂപമെടുക്കുക എന്നതാണ് സംസ്ഥാന ഗവൺമെൻറ് ആവശ്യം. അതിനുള്ള നടപടികളാണ് മുന്നോട്ട് പോയത്. അപ്പോൾ അതിന് റിസർവ് ബാങ്കിൻ്റെ പിന്നെ അനുമതി ലഭിച്ചു. റിസർവ് ബാങ്കിൻ്റെ അനുമതി വേണമല്ലോ. റിസർവ് ബാങ്കിൻ്റെ അനുമതി ലഭിക്കുകയുണ്ടായി. അപ്പോൾ റിസർവ് ബാങ്ക് ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് ഈ അനുമതി നൽകിയത്. ആ നിബന്ധനകളിൽ പിന്നെ എല്ലാം ഈ ഓരോ ജില്ലാ ബാങ്കും പ്രത്യേകമായിട്ടുള്ള സംവിധാനങ്ങളായിരുന്നല്ലോ അതുവരെ. അപ്പോൾ ആ ജില്ലാ ബാങ്കുകളുടെ ജനറൽ ബോഡികൾ അംഗീകരിക്കണം എന്ന് 13 മലപ്പുറം ഒഴികെ 13 ജില്ലാ ബാങ്കുകളുടെയും ജനറൽ ബോഡി അംഗീകരിച്ചു കേരള ബാങ്ക് രൂപീകരണം ലയിക്കുന്നത്. എന്നാൽ മലപ്പുറം ജില്ലാ ബാങ്കിൻ്റെ ജനറൽ ബോഡി അത് അംഗീകരിച്ചില്ല. ഇതായിരുന്നു തടസ്സം. അപ്പോൾ അതിന് ശേഷം ഈ ഇപ്പോൾ അതോടുകൂടി കേരള ബാങ്ക് രൂപീകൃതമായി. കേരള ബാങ്ക് രൂപീകൃതമായി 2 ടയർ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഭാഗമായി മലപ്പുറം ഒഴികെയുള്ള കേരളത്തിലെ 13 ജില്ലകളിലെയും ജനങ്ങൾക്ക്, ഇടപാടുകാർക്ക്, മൊത്തം ജനങ്ങൾക്ക് ലഭ്യമാകുന്ന സേവനങ്ങളും സൗകര്യങ്ങളും അത് നല്ല നിലയിൽ മലപ്പുറത്തെ ജനങ്ങൾക്കും ലഭ്യമാവണം എന്നുള്ള സതുദ്ദേശമാണ് ഗവൺമെൻറ്റിന്. ആ സതുദ്ദേശത്തോടു കൂടി ഗവൺമെൻറ് നിയമ ഭേദഗതി കൊണ്ടുവന്നു. അത് റിസർവ് ബാങ്കിൻ്റെ അനുമതിക്കായിട്ട് അയച്ചു. ആ ഘട്ടത്തിൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട്, ഈ നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള കേസ് സുപ്രീം കോടതിയുടെ മുമ്പാകെ വരികയുണ്ടായി. മലപ്പുറത്തുനിന്ന് ചിലരുടെ കേസ്, വ്യക്തികളും എല്ലാം കൂടി അവിടെ ചില കേസ്, ആ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പരമോന്നത നീതിപീഠത്തിൻ്റെ പരിഗണനയിലാണ്. അതുകൊണ്ട് കേരള ബാങ്ക് ഈ ലയനം ആയിരിക്കുന്നു. പക്ഷേ ആ നടപടിക്രമങ്ങൾ കേരള ബാങ്കിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മലപ്പുറത്തെ ബ്രാഞ്ചുകളും ജില്ലാ ബാങ്കും എല്ലാം പ്രവർത്തിക്കുന്നത്. പക്ഷേ വാർഷിക റിപ്പോർട്ട് കേരള ബാങ്കിൻ്റെത് വേറെ, മലപ്പുറത്തിൻ്റെത് വേറെ. കാരണം ഈ കോടതിയുടെ അതെ ഈ ഒരൊറ്റ സംഗതി അവശേഷിക്കുന്നുണ്ട്. അത് പരമോന്നത നീതിപീഠത്തിൻ്റെ സുപ്രീം കോടതിയുടെ അനുകൂലമായ നിലപാടുണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ താങ്കൾ കേരള ബാങ്കിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിലല്ല, ഒരു മികച്ച സഹകാരി എന്നുള്ള നിലയിൽ ഇവരിടയ്ക്ക് ഈ RBIയുടെ കുറേയധികം നിയന്ത്രണങ്ങൾ ഈ സഹകരണ സംഘങ്ങളുടെ മേൽ, അവിടെ ഇപ്പോൾ ചിലരൊക്കെ സഹകരണ സംഘങ്ങളെ കൊണ്ട് പൈസ ഇട്ട് കഴിഞ്ഞാൽ ഈ നികുതി വെട്ടിക്കുക അങ്ങനെയൊക്കെയുള്ള ചില ആരോപണങ്ങളുണ്ടായിരുന്നു. അന്നേരം ഈ RBI സഹകരണ സംഘങ്ങളെ ഞെരുക്കാൻ നോക്കുന്നു, അങ്ങനെയൊക്കെയുള്ളൊരു വലിയ പ്രശ്നം. അത് വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഈ പുതിയ സാഹചര്യത്തിൽ ഈ ഭരണഘടനാ വ്യവസ്ഥയനുസരിച്ച് സഹകരണം എന്നത്
പൂർണ്ണമായി സംസ്ഥാനങ്ങൾ കൈകാര്യം ചെയ്ത വിഷയമായിരുന്നു. അതെ, അതിൽ കേന്ദ്രം കണ്ണുവെച്ച്. അതെ, അപ്പോൾ പ്രത്യേകിച്ച് ഇതിനൊക്കെ ചില അടിസ്ഥാന കാരണങ്ങളുണ്ടെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഈ രാജ്യത്താകെയുള്ള സഹകരണ സ്ഥാപനങ്ങൾ മൊത്തം ഇന്ത്യയിലാകെയുള്ള 10,000-കണക്കായ സഹകരണ സ്ഥാപനങ്ങളുണ്ട്, ചെറുതും വലുതുമായത്. അതിലെല്ലാമുള്ള നിക്ഷേപത്തിൻ്റെ മൊത്തം നിക്ഷേപത്തിൻ്റെ 70% കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളിലാണ്. കേരള ബാങ്ക് ഉൾപ്പെടെ ചെറുതും വലുതുമായ 100-കണക്കായ സഹകരണ സ്ഥാപനങ്ങളിലാണ് കോടാനുകോടി രൂപയുടെ നിക്ഷേപം. രാജ്യത്താകെയുള്ള മൊത്തം സഹകരണ സ്ഥാപനങ്ങളിലെ നിക്ഷേപത്തിൻ്റെ 70%. സ്വാഭാവികമായി ഇന്ത്യയിലിപ്പോൾ പുതിയ ഒരു സാഹചര്യത്തിൽ ഇത് ഈ സഹകരണ പൂർണ്ണമായി ഭരണഘടനാ വ്യവസ്ഥയനുസരിച്ച് സംസ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയമായിരുന്നു. എന്നാൽ അടിയന്തരാവസ്ഥക്കാലത്ത് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇപ്പോൾ അതിന് ചുവട് പിടിച്ച് കേന്ദ്ര ഗവൺമെൻറ് ഒന്നുകൂടി ഈ പിടിമുറുക്കുന്നു. അത് ഞാൻ കരുതുന്നത് സ്വാഭാവികമായി രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് കൂടുതൽ സ്വാധീനം ഇന്നത്തെ കേന്ദ്ര ഗവൺമെൻറ് ചെലുത്താൻ കഴിയുന്നുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിലൊരു അഭിപ്രായ വ്യത്യാസം ആർക്കെങ്കിലും ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. കോർപ്പറേറ്റുകൾക്കാണെങ്കിൽ രാജ്യത്താകെയുള്ള സഹകരണ സ്ഥാപനങ്ങളിലെ നിക്ഷേപത്തിൻ്റെ 70% കേരളത്തിലാകുമ്പോൾ ആ വലിയ ബൾക്കായ നിക്ഷേപത്തിൻ്റെ മേലെ കോർപ്പറേറ്റുകൾക്ക് കണ്ണുണ്ടാവുക സ്വാഭാവികമാണ്. ആ കോർപ്പറേറ്റ് താല്പര്യം ഇതിൻ്റെ പിന്നിലുണ്ടാകും എന്ന് ന്യായമായും സംശയിക്കുകയല്ല, കാണേണ്ടത് തന്നെ ഉണ്ടെന്നാണ്. പക്ഷേ ആദ്യം ഉണ്ടായ ആ ഒരു അല്ല, അതിൻ്റെ ഭാഗമായിട്ട് ഇല്ല, ഞാൻ തീർന്നില്ല. ഇപ്പോൾ ചില അതിനനുസൃതമായ കോർപ്പറേറ്റുകൾക്ക് ഇടപെടാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇതുപോലുള്ള നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനങ്ങളിലെ സഹകരണ മേഖലയെ ദുർബലപ്പെടുത്താൻ സഹായിക്കുന്ന ചില നിയമനിർമ്മാണങ്ങൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു, ആശാസ്യമല്ലാത്ത. അതുപോലെ തന്നെ ചില തെറ്റായ നിലയിലുള്ള നയരൂപീകരണവും അവിടെ നിന്നുണ്ടാകുന്നു. അത് ഈ കോർപ്പറേറ്റ് താല്പര്യത്തിന് അനുകൂലമായിട്ടാണെന്ന് വേണം കരുതാൻ. ഇപ്പോൾ ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സംഘങ്ങൾ, അതിൽ ചിലതെല്ലാം വലിയ പലിശ ആദ്യഘട്ടത്തിൽ കൊടുക്കുന്നു നിക്ഷേപങ്ങൾക്ക്, മൾട്ടി സ്റ്റേറ്റ്. ചിലതെല്ലാം ദുർബലപ്പെട്ടു പോയത് ഇത് വേഗം തന്നെ പൂട്ടിപ്പോകുന്നതും നമ്മൾ കാണുന്നുണ്ട്. ചിലതല്ല, എല്ലാം എന്നല്ല, ചിലതല്ല. ഇങ്ങനെയൊക്കെയുള്ള ചില പ്രവണതകളുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താന്ന് പറഞ്ഞാൽ 110 കൊല്ലത്തെ നല്ല ചരിത്ര പാരമ്പര്യം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിനുണ്ട്. കേരളത്തിലെ ഏതെങ്കിലും ഒരു കുടുംബം, എല്ലാ കുടുംബങ്ങളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. എല്ലാ കുടുംബങ്ങളും ഏറിയും കുറഞ്ഞും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് കേരളത്തിലെ എല്ലാ കുടുംബങ്ങളും, മൊത്തം ജനങ്ങൾ. അങ്ങനെ വരുമ്പോൾ അതിനെ സംരക്ഷിച്ച് നിർത്താൻ കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ആശ്രയവും അത്താണിയുമായി നിൽക്കുന്ന കേരളത്തിലെ സാമ്പത്തിക ഘടനയിലെ നിർണായകമായ ഘടകമാണ് സഹകരണ പ്രസ്ഥാനം, സ്ഥാപനങ്ങൾ. അതിനെ സംരക്ഷിക്കുന്നതിന് മറ്റഭിപ്രായ വ്യത്യാസങ്ങളും മറ്റതെല്ലാം മാറ്റിവെച്ചിട്ട് ഏകമനസ്സാലെ എല്ലാവരും ഒരുമിക്കേണ്ട സാഹചര്യമാണ്. ഇപ്പം കേരള ബാങ്കിൽ ഒരാൾ എന്തുകൊണ്ട് നിക്ഷേപിക്കണം എന്ന് ചോദിച്ചാൽ എന്താണ് മറുപടി? അവർക്ക് ആ നിക്ഷേപത്തിന് പൂർണ്ണമായ സംരക്ഷണമുണ്ട്, ന്യായമായ പലിശയുണ്ട്. ഒരിക്കലും അത് അല്ല. മാത്രമല്ല, അങ്ങനെ നിക്ഷേപിക്കുന്ന ഓരോ ചില്ലിക്കാശും അവർക്ക് അർഹതപ്പെട്ട പലിശയോട് കൂടിയിട്ട് അവരാഗ്രഹിക്കുന്ന സമയത്ത്, ആവശ്യപ്പെടുന്ന സമയത്ത് തിരിച്ചു നൽകും എന്നുള്ളത് മാത്രമല്ല, അവർ നിക്ഷേപിക്കുന്ന ഓരോ സംഖ്യയും കേരളത്തിൻ്റെ സാമൂഹ്യ വികാസ പ്രക്രിയക്ക് വേണ്ടി വിനിയോഗിക്കുകയാണ്. നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ, പങ്കാളിയാവുന്നു. ഇപ്പോൾ ഈ കുട്ടനാട്ടിലും പാലക്കാട്ടും ഒക്കെയുള്ള നെൽകൃഷിക്കാർക്ക് അവരിത്രമാത്രം വേവലാതിയാണ് അനുഭവിച്ചുകൊണ്ടിരുന്നത്, വേവലാതിപ്പെടുകയല്ലേ.
അത് യഥാസമയത്ത് കാശ് കിട്ടാതെ പ്രയാസപ്പെടുന്നു. അവരെ സഹായിക്കാൻ ഇപ്പോൾ കേരള ഗവൺമെൻറ് ഇന്നലെ അത് മന്ത്രി അന്നേരം നിക്ഷേപം പൂർണ്ണമായും സുരക്ഷിതമാണ്. നിക്ഷേപം പൂർണ്ണമായി സുരക്ഷിതമാണ്. അവർക്ക് അർഹതപ്പെട്ട ഇത് പലിശ കിട്ടുന്നു. അവർ നിക്ഷേപിക്കുന്ന ഓരോ ചില്ലിക്കാശും, കേരള ബാങ്കിൽ നിക്ഷേപിക്കുന്ന ഓരോ ചില്ലിക്കാശും നാടിൻ്റെ സാമൂഹ്യ വികാസ പ്രക്രിയയിൽ പൊതുസമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെടുന്നു എന്നുള്ളതും കൂടി അവർക്ക് അഭിമാനത്തോടെ കാണാനാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കേരള ബാങ്കിൻ്റെ ATM ഒക്കെ ഇപ്പോൾ പലയിടങ്ങളിലും വരുന്നു, അതും കൂടുതൽ അല്ല, അത് കുറച്ചുകൂടി ചിലയിടത്ത് ഒരു ഫലപ്രദമല്ല എന്നുള്ള ചില അത് ആ കമ്പനി നേരത്തെ ആ ATM സ്ഥാപിക്കുന്നതിന് പിന്നെ കൊട്ടേഷൻ എടുത്ത ആ കമ്പനിക്ക് പിന്നീട് ആ കമ്പനിക്ക് ചില പ്രയാസങ്ങൾ വന്നു. അത് ഞങ്ങൾ സജീവമായിട്ട് അടുത്ത് തന്നെ അതിൻ്റെ ആ പ്രയാസങ്ങളൊക്കെ പരിഹരിച്ച് ഫലപ്രദമാക്കുന്നതിന്, കാര്യക്ഷമമായ നിലയിൽ സേവനം ലഭ്യമാക്കുന്നതിന് എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള ഇടപെടൽ ഞങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരള ബാങ്കിന് 50-ലധികം വായ്പാ പദ്ധതികളുണ്ട്, സ്ത്രീകൾക്ക് തന്നെ 10-ലധികം ഉണ്ട് എന്ന് പറഞ്ഞു. പുതിയതായിട്ട് വളരെ ആകർഷിക്കുന്ന വേറെ എന്തെങ്കിലും ഈ സംരംഭങ്ങൾക്കൊക്കെ ഞങ്ങളത് ആലോചിച്ച് വരികയാണ്. അതെ, പുതിയ ഈ തൊഴിലവസരങ്ങൾ, പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ഇപ്പോൾ യുവജനങ്ങൾക്കൊക്കെ പ്രൊഫഷണൽ ഫീൽഡിലൊക്കെ ഏതെല്ലാം നിലയിൽ സഹായിക്കാൻ പറ്റും ആ നിലയിലെല്ലാം സഹായിക്കും. സ്റ്റാർട്ടപ്പുകളൊക്കെ കേരളത്തിൽ, അതെ, പ്രത്യേകിച്ചിട്ട് അത്തരം മേഖലകളിലൊക്കെ IT സെക്ടറിലൊക്കെ പുതിയ ചുവടുവെപ്പുകൾ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ സഹായകരമായിട്ടുള്ള സമീപനം ഉണ്ടാകും. കേരളത്തിലെ അന്നേരം ഏറ്റവും നമ്പർ 1 ബാങ്ക് എന്നുള്ള നിലയിൽ അതിലേക്ക് വരും. അതാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ ഓരോ മലയാളിയുടെയും സ്വന്തം ബാങ്ക്, കേരളത്തിൻ്റെ മലയാളികളുടെ സ്വന്തം ബാങ്ക്, യൂണിവേഴ്സൽ ബാങ്ക് എന്നുള്ള നിലയിലേക്ക് അങ്ങോട്ട് ബാങ്ക് എന്നുള്ളതാണ് ലക്ഷ്യം. ലക്ഷ്യം അതിലേക്ക് എത്തിച്ചേരട്ടെ. എല്ലാ ആശംസകളും. ഓക്കെ.